ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും യെസ് അല്ല ഇതിന്റെ മേളിൽ ടൈമറും ആ സ്മൈല് അതൊന്നും കൂട്ടണ്ട. അതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ടൈമിന്റെ സിമ്പലും ഇതും ഒരു ഫണ്ടിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ ആ പ്ലസ് ഇട്ട് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടിയാൽ നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, ആമിനാണ് റൈറ്റ് ആൻസർ. സാൾട്ട് ആൻഡ് പേപ്പർ ആണ്. അപ്പം ആൻഡ് ആണ് പെട്ടെന്ന് മനസ്സിലായില്ലല്ലേ. അപ്പൊ ആമിനാക്ക് ഇപ്പം 3 പോയിന്റ്, ഷംനാക്ക് 2 പോയിന്റ്. ഇത് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ, ബുദ്ധി മുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാനം അത് മാജിക്കാരനാണോ അതോ രാജാവോ? യെസ് ഓഫ് കോഴ്സ്, രാജാവാണത്. ആദ്യത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ടെൽ മീ. റൈറ്റ് ആൻസർ, മധുരരാജയാണത്. സ്വീറ്റ്സ് ആണെന്ന് മനസ്സിലായല്ലേ? ഞാൻ നാട്ടുരാജാവ് ആലോചിച്ചു, മധുരരാജാവ്. ഓക്കെ, അപ്പം ചിച്ചി 6 വീണ്ടും കട്ടക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ, എന്താണ് മനസ്സിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് നീണ്ട ഒരു ചർച്ചയിലേക്ക് പോകും. ഇത് നിങ്ങളുടെ വിജയം നിർണയിക്കുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കൈ പൊക്കിയിരിക്കുകയാണ്. കമോൺ ടെൽ മീ. റൈറ്റ് ആൻസർ, പൂമരമാണ്. പൂമരം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ജയറാമിന്റെ മകന്റെ പടമാണ് പൂമരം. നിങ്ങൾ ബുദ്ധിമുട്ടുപെടും എന്ന് ഞാൻ വിചാരിച്ചു വന്നതാണ്. എന്താ പറയുക, മുതലും ദൃക്സാക്ഷികളും. എടാ റൈറ്റ് ആൻസറാ, റൈറ്റ് ആൻസർ. വീണ്ടും അപ്പം വീണ്ടും ടൈയിലേക്ക് എത്തിയിരിക്കുകയാണ്.